ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോയാണ് എന്നെ ഈ വീഡിയോ ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. മലയാളികളുടെ അധംപതനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട വീഡിയോ. നമുക്ക് ഈ വീഡിയോയുടെ ആദ്യത്തെ ഒരു ഭാഗം കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ലോകത്തിലെ ഒരു മനുഷ്യരും കാണിക്കാത്ത കലാപരിപാടികളാണ് മലയാളികളായ പെൺകുട്ടികൾ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമൊക്കെ കാണിച്ചു തുടങ്ങിയിരിക്കുന്നത്. എന്തും കാണിച്ച് യൂട്യൂബിൽ കാശുണ്ടാക്കാമെന്നുള്ളതാണ് ഇവരെയൊക്കെ ഇതിന് പ്രേരിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. മര്യാദകളുടെ അതിർവരമ്പുകളെയൊക്കെ ലംഘിച്ചാണ് ഇന്നത്തെ പെൺകുട്ടികൾ ഈ ജീവിത കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് വരും ഇന്ന് സംശയം. കാരണം കാശിന് വേണ്ടിയാണ് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം. കാരണം എങ്ങനെയും കാശുണ്ട്, അതിന് ഏത് കുട്ടിയോടും ഏത് കോപ്രായം കാണിക്കാവുന്ന നിലയിൽ വളർന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കലാപരിപാടി. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിനിമകളിൽ സെക്സ് സീനുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ലൈഫിൽ ഇതേമാതിരി ഒരു കാര്യം കാണുന്നത് ആദ്യമായാണ്. മൂത്രമൊഴിക്കുന്നതും ചലഞ്ചായി എടുക്കുന്ന മലയാളികളായ പെൺകുട്ടികളുടെ ആ സ്റ്റാൻഡേർഡ് ലോകത്തെവിടെയും കിട്ടാൻ ഇനിയും ഒരു ചാൻസ് ഇല്ല. ഇത് കണ്ടിരുന്ന മറ്റു ദേശക്കാരായ ആൾക്കാർ ചോദിക്കുന്നത് ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്നാണ്. ഇതിന് എന്തുത്തരം പറയണമെന്ന് കാണുന്ന നമുക്ക് മനസ്സിലാകുന്നു. ഇതുകൊണ്ട് എന്താണ് ഈ പെൺകുട്ടിയൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് പോലും പിടികിട്ടുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഇഷ്ടം പോകണക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നു കഴിഞ്ഞു. അത് കാരണം മറുദേശത്ത് കിടക്കുന്ന നമ്മളെക്കൂട്ടുള്ളവർ ഇതിന് ഉത്തരം പറഞ്ഞു മടുത്തു. സെക്സാണോ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അതുമല്ല. എന്നാൽ ഇതുകൊണ്ട് എന്താണ് ഈ പെൺകുട്ടി ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അതും മനസ്സിലാകുന്നില്ല. മൂത്രമൊഴിക്കാൻ പോകുന്നതും ഒരു ഫാഷനായി കാണിക്കുന്ന മലയാളി പെൺകുട്ടികളെയാണ് ഇന്ന് യൂട്യൂബിൽ നമ്മൾ കാണുന്നത്. തന്നെയുമല്ല, വേണ്ട മറ്റൊരു സീനൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഹായ്, ഞാൻ നിങ്ങളുടെ അപർണയാണേ. അതെ, ഞാൻ ഇന്നൊരു ചലഞ്ച് ചെയ്യാൻ പോവാ. നമുക്ക് നോക്കിയാലോ? എറിഞ്ഞ പ്രഹസനം കാണിക്കാൻ വേണ്ടി കാണിക്കുകയാണ് എന്നും അറിയില്ല. പിന്നൊരു കാര്യമുള്ളത്, ഇതുവരെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മനുഷ്യനും കാണിക്കാത്ത കലാപരിപാടിയാണ് ഇവള് കാണിച്ചു കൊടുക്കുന്നത്. സെക്സ് കാണിച്ചിട്ടുണ്ട്, വെട്ടും കൊലപാതകങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഷഡ്ഡി ഊരി എറിഞ്ഞ് മൂത്രമൊഴിക്കുന്നത് വൈറൽ ചലഞ്ചായി നാട്ടുകാരെ കാണിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വ്യക്തി ഇവളായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെയൊക്കെ അവസാനം പറയുന്നത്, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് അതിനകത്ത് കാശടയ്ക്കും, നിങ്ങൾക്ക് ബാക്കിയുള്ളത് കാണിക്കാമെന്നാണ്. ഇവളൊക്കെ നാളെ കല്യാണം കഴിക്കുവാനൊക്കെയുള്ള വല്ല പ്ലാനും ഉണ്ടെങ്കിൽ തന്നെ ആ കിട്ടുന്നവൻ്റെ കഷ്ടകാലം എന്നല്ലാതെ വേറെ എന്തു പറയാം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇതിൽ വെക്കാൻ കൊള്ളാത്തത് കാരണമാണ് ഞാൻ ഇതോടൊപ്പം ആഡ് ചെയ്യാതിരിക്കുന്നത്. പെൺകുട്ടിയെന്ന് പറയാൻ തന്നെ മടിയാണ്. കാരണം ഈ പെണ്ണും പിള്ള എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇതിനെപ്പറ്റി വിവരണം തരുന്ന എല്ലാവരും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പർപ്പിളും യെല്ലോയും റെഡും ഒക്കെ ആയിട്ട് കുറേ അക്കൗണ്ടുകളും കുറേ ആൾക്കാരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അവരൊക്കെ മാറിടമോ കാൽത്തുടകളോ ഒക്കെയാണ് കാണിക്കുന്നത്. ഇത് ഏറ്റവും നൂതനമായ രീതിയിലുള്ള ആക്ടിംഗ് ആണെന്ന് തോന്നുന്നു.
ഏതായാലും മലയാളികളുടെ സംസ്കാരം വാനോളം ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.